ആദ്യം പറഞ്ഞത് പലപ്പോഴും മാറ്റി പറയണേ. ഇപ്പൊ തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു, പിന്നെ തങ്ങന്മാരില്ല എന്ന് പറഞ്ഞു, അല്ല ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ പലതും പറഞ്ഞു. അപ്പൊ തോന്നിയതൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പലതും നടക്കും. ഒരു അടിസ്ഥാനത്തിന്റെ ാവുന്ന അയിമത്ത് മുനിത്തേനീയങ്ങൾ അവര് മനസ്സിലാക്കി തന്നതും മഹാന്മാരാവുന്ന സ്വഹാബത്ത് മനസ്സിലാക്കി തന്നതും പ്രത്യേകിച്ച് ഖുലഫാഉൽ അർബഅത്ത് മനസ്സിലാക്കി തന്നതും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളെ അടിസ്ഥാനപരമായ നമ്മളെ ലക്ഷ്യം. അല്ലാതെ ഖുർആനും ഹദീസും നോക്കിയിട്ട് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ മാറ്റി പറയേണ്ടി വരും പലതും. അങ്ങനെ ഇപ്പൊ പലതും മാറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ പല വിധ പ്രസ്ഥാനക്കാരും. ഒരിക്കൽ പറഞ്ഞതല്ല. ഇപ്പൊ തറാവീഹിനെ പറ്റി തന്നെ ആദ്യം 8 എന്ന് പറഞ്ഞു, പിന്നെ അവിടുന്ന് പോയിട്ട് പിന്നെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനത്തെ പ്രത്യേക നിൽക്കാൻ വലിയ എന്ന് പറയുന്നിടത്ത് വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരിക്കലും മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. കാരണം നമ്മൾ തറാവീഹിനെ പറ്റി മനസ്സിലാക്കി. എങ്ങനെ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എൻ്റെ സുന്നത്ത് നിങ്ങൾ പിടിച്ചോളണം. പക്ഷെ എൻ്റെ സുന്നത്ത് പരിധി നോക്കുമ്പോൾ ചിലപ്പോൾ അത് എന്നിലേക്ക് എത്തിപ്പെട്ടതായിട്ട് ചിലത് നിങ്ങൾക്ക് കാണാൻ കഴിയൂല. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി പഠിക്കേണ്ടത് എങ്ങനെ? ഖുലഫാഉർ റാഷിദീങ്ങളുടെ സുന്നത്തനുസരിച്ചാണ്. കാരണം അവരത് എന്നിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്തവരായിരിക്കും. റസൂൽ പഠിപ്പിച്ചു തന്നു. അസ്ഹാബ് എൻ്റെ അസ്ഹാബ് അവർ നക്ഷത്രങ്ങളെ പോലെ. ആരോടും പറ്റിയാലും നിങ്ങൾക്ക് വിജയത്തിലെത്താന്ന് പറഞ്ഞാൽ എൻ്റെ ചര്യകൾ ചിലപ്പോൾ നേരക്ക് നേരെ നിങ്ങൾക്കത് ശരിയായ രൂപത്തിൽ കൂടി ചിലപ്പോൾ ലഭിക്കപ്പെട്ടോളന്നില്ല. എന്നാൽ സഹാബികളിൽ നിന്ന് അത് ലഭിക്കപ്പെടാം. അപ്പൊ സഹാബത്ത് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുന്നത്ത് തന്നെയാണ്, റസൂലുള്ളാഹിന്റെ ദീൻ തന്നെയാണ്. ഖുലഫാഉൽ അർബഅത്തിന്റെ സുന്നത്തും റസൂലുള്ളാഹിന്റെ സുന്നത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് തറാവീഹ് നമ്മൾ ആദ്യം തന്നെ എന്താക്കി അതിനെ പറ്റിയുള്ള ഹദീസുകൾ പരിശോധിച്ചു. ആ ഹദീസുകള് പല രൂപത്തിലും കാണാൻ സാധിച്ചു. അപ്പൊ നമ്മൾ അതിനെ പറ്റി ഒന്നും കൂടി ഇറങ്ങി ആലോചിച്ചു. അപ്പൊ മഹാനാവുന്ന ഉമർ ഇബ്നു ഖത്താബ് ഈ ഹദീസുകളൊക്കെ കണ്ടാണല്ലോ. അപ്പൊ നമ്മുടെ മുജാഹിദ് ജമാഅത്തൊക്കെ കണ്ടതിനെക്കാട്ടി ഈ ഹദീസൊക്കെ ഉമർ ഇബ്നു ഖത്താബും കണ്ടിട്ടുണ്ടാവും പോലെ. അതില്ല എന്ന് പറയാൻ കഴിയൂലല്ലോ. അപ്പൊ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ തറാവീഹ് നിസ്കാരം ഉണ്ടായിരുന്നു. അത് 2, 3, 4 ദിവസങ്ങളിലുണ്ടായി. ജനങ്ങൾ അധികമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇത് പിന്നീട് ജനങ്ങൾ ഇതൊരു ഫർളായ നിസ്കാരമാണെന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ പേടിച്ചു. അതുകൊണ്ട് അത് ഫർളല്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഒഴിഞ്ഞു കുറച്ച് ദിവസങ്ങൾ. റസൂൽ നിസ്കരിക്കാറുണ്ടായിരുന്നു. ജനങ്ങൾ പിന്നെ അത് കാണപ്പെടുന്ന നിൽക്കുള്ള ഒരു നിസ്കാരത്തിന്റെ സ്വഭാവത്തിലായിരുന്നു. അവിടെ 8 നിസ്കരിച്ചു എന്ന് ചില ആളുകൾ പറഞ്ഞു, സഹാബത്തിൽ നിന്നുള്ള ചിലർ. അത് പലതിനും ഇഹ്തിമാലുണ്ട്, സാധ്യത ഉണ്ട്. കാരണം 8 മാത്രം കൂടി പോകുന്ന ആളായിരിക്കും ചിലപ്പോ. അല്ലെങ്കിൽ 8 നിസ്കരിച്ചതിന് ശേഷം ബാക്കി റസൂൽ വീട്ടിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടാവാം. അപ്പൊ നമ്മൾ അതോടെ വെച്ചു. പല സാധ്യതകളും ഉണ്ടായതുകൊണ്ട് അതീതോടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉമർ ഇബ്നു ഖത്താബ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞ ആളാണ്. മൂപ്പര കാലഘട്ടത്തിൽ മൂപ്പര് നിസ്കരിക്കാൻ പറഞ്ഞു ഒരാളോട്, ഈ 2 ആളുകളോട്. അവിടുന്ന് നമ്മുടെ ഉമർ ഇബ്നു ഖത്താബിന്റെ കാലഘട്ടത്തിൽ അവിടെ 20 റക്അത്ത് നിസ്കരിച്ചു. അപ്പൊ നമ്മൾ അവിടെ റസൂലുള്ളാഹി പറഞ്ഞൊരു അടിസ്ഥാനം ഉണ്ടല്ലോ, എൻ്റെ സുന്നത്ത്. അപ്പൊ എൻ്റെ സുന്നത്ത് മനസ്സിലാക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കപ്പെടാത്തത് കൊണ്ടോ മറ്റോ പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ വിഷയത്തിനെ പറ്റി ഖുലഫാ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിയാൽ മതി. നമുക്ക് പിന്നെ മാറ്റി പറയേണ്ടി വന്നില്ല തറാവീഹ് എത്രയെന്നുള്ളത്. നമ്മൾ ആ പറഞ്ഞുമ്പോൾ തന്നെ നമ്മൾ നിന്നുപോകും. അങ്ങനെ ഓരോ സംഗതികളും ആദ്യം പറഞ്ഞത് പലപ്പോഴും മാറ്റി പറയണേ. ഇപ്പൊ തങ്ങന്മാരുണ്ട് എന്ന് പറഞ്ഞു, പിന്നെ തങ്ങന്മാരില്ല എന്ന് പറഞ്ഞു, അല്ല ഇല്ല എന്ന് പറഞ്ഞു, ഇപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞു, ഇങ്ങനെ പലതും പറഞ്ഞു. അപ്പൊ തോന്നിയതൊക്കെ പലതും പറഞ്ഞുകൊണ്ട് പലതും നടക്കും. ഒരു അടിസ്ഥാനത്തിന്റെ ഒരു പ്രത്യേകമാവുന്നതായ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് പറയല്ലെങ്കിൽ നമ്മളങ്ങനെയല്ല. നമുക്ക് പ്രത്യേകമാവുന്ന മാനദണ്ഡങ്ങളുണ്ട്, അതിൽ വരമ്പുകളുണ്ട്. അപ്പൊ നമ്മൾ സുന്നികളാവുന്നത് നമ്മൾ വിശ്വസിക്കപ്പെടുന്ന ഈ വിശ്വാസങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ച്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ സംഗതികളാണ്.